ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് പാർക്കിലോട്ടല്ല, സ്ഥലത്തൊക്കെ പോകുകയാണ്. നമ്മുടെ സിസ്റ്റർ ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കാം. ലൈസൻസ് എടുത്തിട്ട് 3-4 കൊല്ലായിരിക്കും. 3-4 കൊല്ലല്ലോ, 4 ആ വണ്ടി എടുത്തത് തന്നെ കണക്ക് 9 കൊല്ലോ. സ്കൂട്ടർ ആ സമയത്ത് തന്നെ അല്ലേ ഇതും കിട്ടിയത്. പൂവാണ്. പിന്നെ പാറ് അപ്പൊ ഒരു 5-6 കൊല്ലായിട്ടുണ്ടോ അല്ലേ? 5-6 കൊല്ലം ഇതിലിരുന്ന് ചങ്ങായി സൈഡാക്കുന്നുണ്ടോ? വണ്ടിക്ക് സൈഡ് പോലെ കേരള എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട, അവിടെ എത്തിക്കുക. ഒന്നും ചെയ്യണ്ട, അവിടെ എത്തിക്കുക. മതി അവിടെ നിന്നോ, ഒന്നും ചെയ്യണ്ട. വെല്ല ഇറക്കിക്കോ, പോട്ടെ. അത് മെയിൻറ്റെയിൻ ചെയ്യണ്ട. ബാക്കിലുള്ള ഓണായിട്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട. എൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാം. ക്യാമറയാണല്ലോ. എല്ലാ വണ്ടിയും വൈറ്റ് തന്നെയാണ് രസം. ചവിട്ട്. ഞാനും പറഞ്ഞു, എന്നെ പേടിച്ചിട്ടാണ് ഞാൻ ചവിട്ടുന്നതാണ്. പോകും പോവാതെ പലരും പല മൂഡിലേക്കാണ്. റോഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം പോലെയാണ്. റോഡിൽ വണ്ടി ഓടിക്കാൻ ഡ്രൈവർമാര് പല ജാതി സ്വഭാവം, പല ജാതി ഇതിലുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ആക്സിഡന്റ്, തട്ടുമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടാണ് പോകും. അല്ലാതെ റോഡിൽ പിടിവാശി പിടിച്ചിട്ടും ഇങ്ങനെ ഞാൻ മാറിക്കൊടുക്കില്ല എന്ന് അവർക്ക് കാലാകാലം വണ്ടിക്കും അവർക്കും പ്രശ്നങ്ങൾ തന്നെ കാണും. ജീവിതം അത്ര തന്നെ ഉള്ളു. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. നടുവത്തെ വര ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വരിക. നമ്മളാണ്ട് ഇമേജിൻ ചെയ്യണം. ഇവിടെ ഈ കാലം നടുവത്തെ വര ഉള്ളത്, സൈഡത്തെ വര അവിടെയാണ്. ഇപ്പൊ അവര് സിഗ്നൽ ഇട്ടില്ല, അതൊന്നും നോക്കിയ കാര്യമില്ല. അവര് സിഗ്നൽ ഇടുമോന്ന് അവിടുന്ന് തന്നെ നമ്മൾ തീരുമാനിക്കണം. അവിടെ റൈറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് കയറി ഈ വണ്ടി അങ്ങോട്ട് ചെരിഞ്ഞു പോകണ്ടല്ലോ, ഇങ്ങോട്ട് ലെഫ്റ്റ് കയറുന്നുണ്ടല്ലോ. വണ്ടിലും മുന്നിലും 2 സൈഡും എപ്പോഴും 2 വണ്ടിന്റെ മാനസികാവസ്ഥ നമ്മളിങ്ങനെ കണക്കൂട്ടി അളന്ന് വെക്കണം. നമ്മളെ വണ്ടി അത് എത്ര പെട്ടെന്നറിയോ? അതപ്പോൾ പെട്ടെന്നൊരു വണ്ടി കാണാം, 2 സെക്കൻഡൊക്കെ കാണാനും ചിന്തിക്കാനും തീരുമാനിക്കാനും സമയം ഉണ്ടാവുള്ളൂ. അത് എത്രയും പെട്ടെന്ന് തീരുമാനിക്കാൻ, ജഡ്ജ് ചെയ്യാൻ പറ്റണം. ഒരു ഡ്രൈവറിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ജഡ്ജ് ചെയ്ത് തീരുമാനിച്ചാൽ പറ്റും. ഡ്രൈവർമാരെന്ന് പറയുന്നത് സുമ്മാതാ. ആൾക്കാർക്ക് ഡ്രൈവർമാരെ ശ്രദ്ധിച്ചടിക്ക്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ചുമ്മാതാ. ഡ്രൈവറിന്റെ ഫുൾ ഫോം അറിയാം. D for discipline, R for respect, I for intelligent, V for vision, E for efficient, R for responsibility. ഇതെല്ലാം തേഞ്ഞ ഒരാൾക്ക് പരിപൂർണമായിട്ട് റോട്ടിൽ മര്യാദക്ക് വണ്ടി അടിക്കാൻ പറ്റും. ശ്രദ്ധിച്ച് അതേപോലെ ആൾക്കാർ അവിടെയും വരെയൊക്കെ നിൽക്കും. അവനാണ് നമുക്ക് ശ്രദ്ധിക്കുക. അതൊന്നും പറ്റൂല. തൽക്കാലം ഇപ്പം 2 സെക്കൻഡ് പറഞ്ഞാണ്ടാണ് പോവാച്ചൊക്കെ നിർത്തണം. പിന്നെ വർത്താനം പറഞ്ഞ് അങ്ങോട്ട് കയറുന്നതാണ്. പിന്നെ അറിയാത്തതുകൊണ്ടും ജീവന പേടി ചെയ്യാത്തതുകൊണ്ടും ഒന്നല്ല. പെട്ടെന്ന് ഒരാളെ കണ്ടപ്പോൾ 2 മിനിറ്റ് 2 സെക്കൻഡ് ഈ പറഞ്ഞ് പോകാന്ന് പറഞ്ഞു. എന്താ
വണ്ടി ഓടിക്കണ്ടല്ലോ. ഈ ഒടിവ് ശരിയായാൽ മതി. ആ വരതാ, ആ വരക്കനുസരിച്ചാണ്ട് ഓടിച്ചോ. ഒടിവിൽ ഇങ്ങനെ ഒരു വളവിലൊരു വര, ആ വര നടുവത്തെ വരുമ്പോൾ ആ ടയർ വരുന്ന രീതിയിലാണ്ട് ഒടിച്ചെടുക്കുക. വൃത്തിയായി, വേറെ ഒന്നുമില്ല. അല്ലെങ്കിലേ നാട്ടുകാർക്ക് ഒരു പച്ചില. പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ റോട്ടുമ്പോൾ ഇറങ്ങി ഓടാൻ തോന്നും. ഇപ്പൊ വണ്ടിന്റെ ഉള്ളിൽ ഇരിക്കാനും പേടിയാണ്. ഒന്ന് ഫോണടിക്കൊന്നും വേണ്ട, ആ വാട്ടർ ഷോ പിന്നാലാണ് പിക്കോ. നല്ല സാറായിട്ട് റൈറ്റ് നോക്ക്, കുറച്ചും കൂടെ എന്നിട്ട് നോക്ക്. എനിക്ക് ആ എടുക്കല്ല അവിടെ നിർത്തിക്കുന്ന വണ്ടി അതിനെ മൂട്ട് കൊണ്ടേ കയറ്റുന്നുണ്ട്. ചിലപ്പോൾ ഈ കൂടെ എടുക്കുമ്പോൾ ഈ കൂടെ വണ്ടി എന്നാ പുറത്ത് കറക്റ്റ് ഓടിച്ചോ. സാറേ ഇവിടെ ഇതേപോലത്തെ 2 ഒടിവുണ്ട് കേട്ടോ ഇവിടെ. അയിമക്കൂടെ കയറ്റിക്കോ. ആ വരമ്പക്കൂടെ ടയർ കയറുന്ന മാതിരി ഡുണ്ടുണ്ടും സൗണ്ട് വരും. മനസ്സിലാവും കറക്റ്റ് ഉണ്ടാ നടുവില്. അപ്പൊ ഈ ഭാഗം ഒഴിവായി കിട്ടും. ഈ അങ്ങാടിയിൽ നിന്ന് ലെഫ്റ്റ്, ഇതവിടുന്ന് ലെഫ്റ്റ് ആ ഓട്ടോറിക്ഷ ഇവിടെ ഒന്ന് ഒടിച്ച സാറായിട്ട് ആ ഓട്ടോറിക്ഷൻ്റെ അവിടെ ഈ വരമ്പല് ടയർ, ഈ ടയർ വരുന്ന രീതി, ടയർ വരുന്ന രീതിയിൽ ഈ ഭാഗം വരുന്ന രീതിയിൽ ഒടിച്ച്. അയ്യോ സാറ് ആ ഇനി അങ്ങനെ സൈഡാക്കല്ല, അങ്ങനെ സൈഡാക്കരുത്. നമ്മളങ്ങോട്ട് അതെ വേഗം ഓണടിച്ചാണ്ട ചങ്ങായി. അത് കുറച്ചിങ്ങോട്ട് കയറ്റി പിടിച്ച് വെക്കണം. എന്നിട്ട് സ്ഥലം ഉണ്ടാന്ന് നോക്കിയിട്ട് പോകണം. അല്ലെങ്കിൽ അവിടെ നിർത്തില്ല. അധികം ഇത് റോട്ടുമ്മ കാണിച്ചിട്ടൊന്നും ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഓടിച്ച് ശീലാവരുത്. റോട്ടുമ്മല് നമ്മൾ എത്ര പഠിപ്പിച്ചെന്നാലും റോട്ടുമ്മ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളുണ്ട്. ലാവാക്കിക്കോ, അമിത സ്പീഡ് വേണം. പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പൊട്ട അടിച്ചു പിന്നെ ഒരു ഓണാണ്ട് അടിച്ചാൽ മതി. ഇവിടെ അങ്ങനത്തെ ഒടിവ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ആ വര കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ആ വരന്റെ മൂലക്കുള്ള ഒടിവുണ്ടല്ലോ, ഒരു വളവ് ഇവിടെ അതേപോലത്തെ വളവാണ്. ശ്രദ്ധിച്ചോ, വലിയ ബ്രേക്കൊന്നും ചവിട്ടരുത്. വണ്ടിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് അരോചകമാണ്. വണ്ടിക്കും കേടാൻ പെട്രോൾ ചെലവാണ്. അതേപോലെ ഉഷാറായിട്ട് എന്താ വരമക്കൂടി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ മാത്രം. വണ്ടികൾ കയറി വരും. പൊട്ടെ സാറേ വരമ്പലടി. ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഓടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങണം. തിരിച്ചോടിക്കുമ്പോഴാണ് ആ സംഭവം ഇങ്ങോട്ട് വരണം. വണ്ടി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിനാ ഒടിക്കുന്ന ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഇവിടെ. അതൊരു ഓരോ പാട്ട് നോക്കി കയറിക്കോളിച്ച് അവരെ കയറ്റി വിടണ്ട. അത് വേണം പൊയ്ക്കോളും. ചെറിയ വണ്ടിക്കാരല്ല. ബസ്സുകാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് സൈഡാക്കി. ബസ് ലോറി വലിയ വണ്ടിക്കാർക്കൊക്കെ ഒന്ന് സൈഡാക്കി. സൈഡാകുന്ന ചെറുങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഏകദേശം ഭയങ്കര താഴെ പറഞ്ഞു. അവിടുന്ന് ലെഫ്റ്റ് പോയ 10 മിനിറ്റ്, റൈറ്റൊക്കെ പോയ ഭയങ്കര ഭാഗത്താണ്. സ്ലോ ആക്കാൻ ഇവിടെ പോകാൻ സ്ഥലമല്ലോ. പിന്നെ ചെറുക്കടിച്ച് കയറി പോണ പൊട്ടെ ആ ചെങ്ങായിയൊക്കെ ഓരോ കുടുംബത്തിൻ്റെ അത്താണി എന്നെ അടിച്ച് തെറിപ്പിച്ചല്ല. പൊട്ടെ ലെഫ്റ്റിക്ക് സിഗ്നൽ കേട്ടോ. നീ ഈ ഭാഗം ശ്രദ്ധിക്കും. എന്നിട്ട് ഈ ഭാഗത്ത് ഒടിക്കുമ്പോൾ ഈ ഭാഗത്തെ വരമ്മൽ ഇവിടെ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ കയറിക്കോ. ഇങ്ങനെ നിർത്തിയിട്ടത് കയറി വല്ല കയറി അങ്ങോട്ട് കയറരുത്. അങ്ങോട്ട് കയറി ഒടിക്കരുത്. ഈ അരുവ് കൂടെ ഒടിച്ചിട്ട് ഈ അരുവ് കൂടെ വല്ല നടുവുകൂടെ കയറണം. അങ്ങനെ ജംഗ്ഷനിൽ എവിടെയും സൈഡാക്കിക്കോ. നമുക്ക് ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റുമോ?